കണ്ണൂർ വിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് ഇവിടെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് പാമ്പ് കടിയാണ്. നമുക്ക് ഇന്ത്യയിൽ ശരിക്കുമുള്ളത് പ്രധാനമായിട്ടും 4 വിഷപ്പാമ്പുകളാണ് ഉള്ളത്. അതിൽ മേജറായിട്ടുള്ളത് കോബ്ര അഥവാ നമ്മൾ പറയുന്ന മൂർഖൻ, പിന്നെ അണലി വിഭാഗം, അതിൽ റസൽ വൈപ്പർ, സോസ്കെയിൽ വൈപ്പർ എന്ന് പറയും. പിന്നെ ഉള്ളത് ക്രീറ്റ് അഥവാ ശംഖുവരയൻ. ഈ 4 എണ്ണത്തിനാണ് നമ്മൾ പ്രധാനമായിട്ടുമുള്ള വിഷപ്പാമ്പുകളായിട്ട് കരുതുന്നത്. പൊതുവായിട്ട് ചില തെറ്റിദ്ധാരണകളുണ്ട്. ആൾക്കാർ പാമ്പിൻ്റെ പുറകെ പോകാറുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ പാമ്പിൻ്റെ പുറകെ പോയി സമയം കളയരുത്. പാമ്പ് കടിയേറ്റു അല്ലെങ്കിൽ പാമ്പിൻ്റെ കടിയേറ്റതായിട്ടൊരു സംശയമുണ്ടെങ്കിൽ പോലും ഇത്രയും കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്ത് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. എല്ലാ പാമ്പുകളും ഇപ്പം പോയിസണസ് ആയിട്ടുള്ള ഒരു പാമ്പാണെങ്കിലും, അതായത് വിഷം നമ്മുടെ ശരീരത്തിലേക്ക് ഏൽപ്പിക്കാൻ കഴിയുന്നൊരു പാമ്പാണെങ്കിലും അത് കടിക്കുന്നത് ഉള്ളിലേക്ക് വിഷം വരണമെന്ന് നിർബന്ധമില്ല. ഡ്രൈ ബൈറ്റ്, അതെ, ഡ്രൈ ബൈറ്റ് ആകാം. കാരണം അതിൻ്റെ പല കണ്ടീഷൻസ് വെച്ചിട്ടാണ് അത് കടിക്കുമ്പോൾ ഉറപ്പായിട്ടും വിഷം വരുമല്ലോ എന്നുള്ളത് തീരുമാനിക്കാം. പിന്നെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ ഒരു പാമ്പിനെ കണ്ടു, ഫോർ എക്സാമ്പിൾ നമ്മളൊരു സ്കൂട്ടറിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് സ്വാഭാവികമായിട്ടും ആ സ്കൂട്ടർ കയറ്റിയവനെ കൊല്ലാമെന്ന് വിചാരിക്കും. അപ്പോൾ അതൊരു സ്വാഭാവികമായിട്ടുള്ളൊരു തോന്നലാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഐഡിയലി നമ്മൾ ചെയ്യരുതെന്നാണ് പറയുക. കാരണം അത് കൂടുതൽ സ്കൂട്ടറിൽ കയറി നമ്മുടെ കാലിലേക്ക് പെട്ടെന്ന് നമ്മളെ കടിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അത്